മഗ്രിബായാൽ കുട്ടികളെ പുറത്തിറക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വല്ല ഹദീസും വന്നിട്ടുണ്ടോ? നമുക്ക് കാണാൻ സാധിക്കും ചില ഹദീസുകൾ. മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന ജുൻഹുൽ ലൈലി, അഥവാ രാത്രി ആരംഭിക്കുന്ന സൂര്യൻ്റെ അസ്തമന സമയം, സൂര്യൻ അസ്തമിച്ച് രാത്രിയുടെ ശോഭ അല്ലെങ്കിൽ സൂര്യൻ്റെ അസ്തമന ശോഭ നിൽക്കുന്ന ആ സമയം, ആ സമയത്ത് ഔ അംസൈത്തും അല്ലെങ്കിൽ വൈകുന്നേരമായാൽ, സൂര്യൻ അസ്തമിക്കുന്ന സമയമായാൽ, ഫകുഫു സിബിയാനക്കും, നിങ്ങൾ കുട്ടികളെ വീട്ടിൽ നിന്ന് ആ നേരത്ത് നിങ്ങൾ പുറത്തിറക്കരുത്. ഫഇന്ന ശൈത്താന യൻതശിറു ഹീനഇദിൻ, അത് പിശാചുക്കൾ വിരാജിക്കുന്ന സമയമാണ്. പിശാചുക്കൾ അവർ എന്താ പറയുക, അവർ പരന്ന് നടക്കുന്ന സമയമാണ്. ഫഇന്ന ശൈത്താന യൻതശിറു ഹീനഇദിൻ, പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ്. ഫഇദാ ദഹബ സഅത്തും മിനൽ ലൈലി, ആ ഒരു അല്പസമയം, അവിടെ അതിൻ്റെ ആ രാത്രിയാകുന്നത് വരേക്കുള്ള സമയം, ആ ശോഭമൊക്കെ മാഞ്ഞ് ഒരു നേരം ഇരുട്ടി രാത്രിയാകുന്നത് വരേക്കുള്ള സമയം നിങ്ങൾ അവരെ പുറത്ത് ഇറക്കരുത്. ഫഇദാ ദഹബ സഅത്തുൻ മിനൽ ലൈലി, ആ രാത്രിയുടെ തുടക്ക സമയം അവസാനിച്ചാൽ ഫഖല്ലൂഹും, കുട്ടികൾ അവർ പുറത്തിറങ്ങുന്നുവെങ്കിൽ അതിലെന്തില്ല, അതിൽ പ്രശ്നമില്ല. വഅഗ്ലിഖുൽ അബ്വാബ, നിങ്ങൾ രാത്രി നിങ്ങളുടെ വീടിൻ്റെ വാതിലടക്കുമ്പോൾ വദ്കുറു ഇസ്മല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വാതിൽ അടക്കുക. ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖൻ, അപ്രകാരം നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അടച്ച ഒരു വാതിൽ, ഒരു വീട്ടിലേക്ക് പിശാചിന് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രവേശിക്കാൻ കഴിയുകയില്ല, പിശാചിനെ തുറക്കാൻ സാധിക്കുകയില്ല. വഔഖു ഖിറബക്കും, ഖിർബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോൽപാത്രങ്ങൾ, ആ തോൽപാത്രങ്ങൾ നിങ്ങൾ കെട്ടിവെക്കണം, അഥവാ വെള്ളപാത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അടച്ചു വെക്കണം. വദ്കുറു ഇസ്മല്ലാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് അടച്ചു വെക്കേണ്ടത്. വഖമ്മിറു ആനിയതക്കും, നിങ്ങളുടെ ഭക്ഷണപാത്രങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മൂടി വെക്കണം. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മൂടി വെക്കുക. വദ്കുറു ഇസ്മല്ലാ, ബിസ്മില്ലാ എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുക. വലൗ അൻ തഅറുദു അലൈഹ ഷൈഅൻ, എന്തെങ്കിലും ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ഇട്ടിട്ടാണെങ്കിലും ശരി, അതായത് ഇപ്പോൾ അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് മൂടിയൊക്കെ വെച്ച് നന്നായി പൂട്ടി വെക്കുക എന്ന അർത്ഥത്തിലല്ല. വലൗ അൻ തഅറുദു അലൈഹ ഷൈഅൻ, ഭക്ഷണത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് അതിൻ്റെ മുകളിലൊന്ന് ഒരു വിരിയോ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മൂടി വെച്ചിട്ടാണെങ്കിലും ശരി. എന്നിട്ട് പറയണം വഅത്ഫിഉ മസാബീഹക്കും, അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്കുകൾ ഊതണം. അതായത് ഈ തീ കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉറങ്ങരുത്. വീട്ടിൽ തീ കത്തിച്ചു വെച്ച് ഉറങ്ങരുത്. അപ്പോൾ അത് ഈ മറ്റുള്ളവർക്ക് ബാധകമാവുമോ, അള്ളാഹു ആലം. അതായത് ഇന്നത്തെ പോലെ നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കുക, അള്ളാഹു ആലം. പക്ഷേ ഈ ഹദീസിൽ ഉപയോഗിച്ച മസാബീഹ് എന്നുള്ള പ്രയോഗമാണ്. അതായത് വിളക്കണച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ കുറേ അദബുകളുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ഈ ഭക്ഷണ പാത്രങ്ങളും വെള്ളപാത്രങ്ങളൊക്കെ മൂടി വെക്കുക എന്ന് പറയും. അതിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഷെറുകൾ, അവർക്ക് സംഭവിക്കാവുന്ന ഷെറുകൾ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് അവർക്ക് കാവൽ നൽകും എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് സാധിക്കും. അതിൽ ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളും പെട്ടേക്കാം. അതല്ലാത്ത മറ്റെന്തെങ്കിലും അതിൽ വെള്ളത്തിൽ ചാടുന്നതോ അല്ലെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥത്തിൽ മറ്റെന്തെങ്കിലും അവർ കാണാതെ മറ്റെന്തെങ്കിലും ജീവികളോ മറ്റോ അതൊക്കെ വന്ന് പെടുന്നതൊക്കെ അതിൽ പെട്ടേക്കാം. അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതായ വല്ല എന്തെങ്കിലും ആ ഭക്ഷണ പദാർത്ഥത്തിൽ എന്തെങ്കിലും വരുന്നതോ ഒക്കെ അതിൽ വന്നേക്കാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദബുകളിൽപ്പെട്ടതാണ് വെള്ളം മൂടി വെക്കുക, ഭക്ഷണം എന്ത് ചെയ്യുക, അത് മൂടി വെക്കുക, അത് മൂടി വെക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് പറയുകയും ചെയ്യുക. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പം ഈ സന്ധ്യാസമയം, അതായത് സൂര്യൻ അസ്തമിക്കുന്ന സന്ധ്യാസമയത്ത് കുട്ടികളെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, അതാണ് ലാ തുർസിലു ഫവാഷിയക്കും, അഥവാ നിങ്ങളുടെ കന്നുകാലികളെയും മറ്റും നിങ്ങൾ പുറത്തേക്ക് അഴിച്ചു വിടരുത്. ഏത് സമയത്ത്? ഈ സന്ധ്യാസമയത്ത്. വസുബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെയും. ഇദാ ഗാബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ ഹത്താ തദ്ബഹ ഫഹ്മത്തുൽ ഇശ, ആ
ഇശാഇൻ്റെ ഒരു എന്താ പറയുക, ആ രാത്രിയുടെ അല്പസമയം കഴിഞ്ഞ് നേരം ഒന്ന് ഇരുട്ടി ആ രാത്രിയിലേക്ക് പിന്നെ മദ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് വരെ നിങ്ങൾ കുട്ടികളെ പുറത്ത് ഇറക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഫഇന്ന ശയാത്തീന തൻബഇസു ഇദാ ഗാബത്തി ശംസു, കാരണം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, അസ്തമിച്ചാൽ പിശാചുക്കൾ അവർ വ്യാപിക്കുന്ന സമയമാണ്. അപ്പോൾ ഏതെല്ലാം അർത്ഥത്തിലാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഉപദ്രവം ഉണ്ടാവുക അല്ലാഹു ആലം, നമുക്കറിയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചെന്ന ഇത്തരം ഗൈബിയായ കാര്യങ്ങൾ അതേപോലെ എന്ത് ചെയ്യുക, വിശ്വസിക്കുക, മനസ്സിലാക്കുക. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് പിന്നെ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ജുൻഹുൽ ലൈലി എന്ന ഹദീസിൽ പ്രയോഗിച്ചത് സൂര്യൻ അസ്തമിച്ച ഉടനെയുള്ള സമയം എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ബാബുൽ അംരി ബി തഗ്തിയത്തിൽ ഇന, പാത്രം മൂടി വെക്കുകയും വ ഈക ഇസ്തിഖ, വെള്ളപാത്രങ്ങൾ അത് മൂടി വെക്കുകയും അല്ലെങ്കിൽ കെട്ടിവെക്കുകയും ഇഗ്ലാഖുൽ അബ്വാബ്, വാതിൽ അടക്കുകയും ചെയ്യുക. ഏത് സമയത്ത്? സന്ധ്യാസമയമായാൽ വാതിലുകൾ തുറന്നിടാതെ ബിസ്മി ചൊല്ലി വാതിലുകൾ അടച്ചു വെക്കുക, പാത്രങ്ങളൊക്കെ മൂടി വെക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദബിൽപ്പെട്ടതാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത്ഫാഉ സിറാജി, വിളക്കണക്കുക. വന്നാർ, അതുപോലെ തീ അണച്ചു കിടക്കണം. ഇൻദൻ നൗം, ഉറങ്ങുന്ന സമയത്ത്. വകഫി സുബിയാനി വൽ മവാഷി ബഅദൽ മഗ്രിബ്, അപ്പോൾ മഗ്രിബ് കഴിഞ്ഞ ഉടനെയുള്ള സമയത്ത് കുട്ടികളെയും അതുപോലെ തന്നെ ഈ കന്നുകാലികളെയും മറ്റൊക്കെ അവയെ പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക. അത് അവർക്ക് ആ സമയത്ത് വല്ല പൈശാചികമായ പ്രയാസങ്ങളും ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഈ ബിസ്മില്ല എന്ന് നമ്മൾ പറയുന്ന വാക്കിന് പോലും എന്തുണ്ട്, വലിയ അർത്ഥമുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വല്ലാഹു തആല അലം.